CPI സംസ്ഥാന സെക്രട്ടറിക്കെതിരായ പരാമർശത്തിൽ പാർട്ടിക്കുള്ളിൽ നടപടി. എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിവാകരനും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനും താക്കീത് നൽകാനാണ് തീരുമാനം. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഇരുവരും വിമർശനം ഉന്നയിച്ച ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവന്നിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഏത് രീതിയിലുള്ള നടപടിയാണ് പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാകുന്നത് ബിനോയ് വിശ്വത്തിനെ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട്? CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ആക്ഷേപ പരാമർശങ്ങൾ നടത്തിയ എക്സിക്യൂട്ടീവ് അംഗം CPIയുടെ എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിവാകരനെയും ഫോൺ സംഭാഷണങ്ങൾ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു, വിമർശനങ്ങൾക്കിടയാക്കുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ ബിനോയ് വിശ്വം പ്രതികരണം നടത്തിയില്ലെങ്കിൽ പോലും ഇത് വലിയ രീതിയിൽ ഒരു വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നടപടി എന്ന നിലയിൽ ഉണ്ടായിരിക്കുന്നത്. രണ്ടുപേർക്കും സാധാരണ CPIയുടെ നിലയിലൊരു താക്കീത് മാത്രമാണ് നൽകിയിരുന്നത്. താക്കീത് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇരുവരും പാർട്ടിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ബോധപൂർവമായിട്ട് അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകിയിരുന്നു. അതിന്റെ ഒരു വിശദീകരണം നൽകിയിരുന്നു. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നടപടി എന്ന നിലയിൽ വന്നിരിക്കുന്നത്. തൽക്കാലം താക്കീത് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന എക്സിക്യൂട്ടീവിനാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തിരുന്നത്. ഇരുവരുടെയും മാപ്പപേക്ഷ എക്സിക്യൂട്ടീവ് പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് ഒരു തീരുമാനമെടുത്തത്. തൽക്കാലം താക്കീത് നൽകിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിലാണ് വിമർശനങ്ങൾ ഉണ്ടായത്. മാത്രമല്ല, ഇത്തരത്തിൽ രൂക്ഷമായ പരാമർശങ്ങളാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഈ ഇരുവരും നടത്തിയത്. അതും എറണാകുളം ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരാണ് ഇരുവരും നടത്തിയത്. വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാക്കുകയും അതൊരു നാണക്കേടിലേക്ക് അതിന്റെ ഓഡിയോ സന്ദേശം ചോർന്നതോടുകൂടി നാണക്കേട് ഉണ്ടാക്കി തീർക്കുന്ന സാഹചര്യം, പാർട്ടിക്ക് തന്നെ അപമതിപ്പുണ്ടാക്കി തീർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കി തീർത്തിരുന്നു. ഇതിൽ കൂടുതൽ പ്രതികരിക്കാൻ ബിനോയ് വിശ്വം തയ്യാറായില്ല. വിഷയത്തിലെ കൂടുതൽ പ്രതികരണങ്ങളൊന്നും നടന്നില്ല എങ്കിൽ പോലും ബിനോയ് വിശ്വത്തിന് അമർഷമുണ്ട് എന്ന തരത്തിലുള്ള അമർഷം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൽക്കാലം ഈ വിഷയത്തിൽ ഇരുവരും ഒരു മാപ്പ് കൂടി പറഞ്ഞ സാഹചര്യത്തിൽ, മാപ്പപേക്ഷ കൂടി നൽകിയ സാഹചര്യത്തിൽ താക്കീത് നൽകി വിട്ടാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഒരു താക്കീത് നൽകാൻ ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത്. രോഹിണി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.